അന്തരിച്ച ഭാവഗായകൻ അന്ത്യാഞ്ജലി അർപ്പിച്ച കേരളം മൃതദേഹം 8 മണിയോടെ തൃശൂരിലെ അമല മെഡിക്കൽ കോളേജിൽ നിന്ന് പൂങ്കുന്നത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് 10 മണിയോടെ തൃശൂരിലെ സംഗീത നാടക അക്കാദമിയിൽ പൊതുദർശനം. 12:30യോടെ മൃതദേഹം തിരികെ പൂങ്കുന്നത്തെ വസതിയിലെത്തിക്കും. നാളെ രാവിലെ 8 മണിയോടെ മൃതദേഹം പറവൂരിലെ പാലിയത്ത് തറവാട്ടിലും എത്തിക്കും. തുടർന്ന് 3:30യോടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. ലെവിൻ കെ വിജയനുണ്ട് വിശദാംശങ്ങളുമായി. ലെവിൻ, ഉടനെ തന്നെ ആശുപത്രിയിൽ നിന്ന് പൂങ്കുന്നത്തെ വീട്ടിലേക്ക് മൃതദേഹം മാറ്റുമെന്നാണ് കരുതുന്നത്, അങ്ങനെ തന്നെയല്ലേ? പൂർത്തീകരിച്ചുകൊണ്ട് ഭാവഗായകന്റെ മൃതദേഹം പൂങ്കുന്നത്തെ വീട്ടിലേക്ക് മാറ്റും എന്നുള്ളതാണ് തീരുമാനം. ഇതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ പൂർത്തിയാക്കി എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ കൂടി എത്തി ബോഡി ഏറ്റുവാങ്ങുന്നതിനുള്ള കാത്തിരിപ്പിനാണുള്ളത്. തൃശ്ശൂർ ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരാധകരിൽപ്പെട്ട ആളുകളുണ്ട്, അദ്ദേഹവുമായി അടുപ്പം പുലർത്തിയ ആളുകളുണ്ട്. അത്തരത്തിൽ ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരും തന്നെ ഈ സമയത്തേക്ക് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും 8:30യോടുകൂടി ആയിരിക്കും മൃതദേഹം ഏറ്റുവാങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ ഔദ്യോഗികമായി അറിയാൻ സാധിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ നടപടിക്രമങ്ങളെല്ലാം തന്നെ ആശുപത്രിയിൽ പൂർത്തീകരിച്ചിരുന്നു. ഇനി മൃതദേഹം ഔദ്യോഗികമായി ഏറ്റുവാങ്ങുന്ന ഒരു കാര്യം ബന്ധുക്കൾ അടക്കമുള്ളവർക്കൊന്ന് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ വൈകിട്ടാണ് 7:54 ജനത്തിന്റെ അന്ത്യം. ദീർഘനാളുകളായി ചികിത്സ തേടിയിരുന്ന അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെയായിരുന്നു അന്ത്യമുണ്ടായത്. അതിനുശേഷം ഇതേ ആശുപത്രിയിൽ തന്നെ മൃതദേഹം അല്ലെങ്കിൽ മൃതദേഹം ഇവിടെ മോർച്ചറിയിൽ സൂക്ഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. രാവിലെ മൃതദേഹം ഏറ്റുവാങ്ങിയതിനു ശേഷം നഗരത്തിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം പൊതുദർശനമടക്കമുള്ള ചടങ്ങുകൾ ഉണ്ട്. അതിന് നാളെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നും ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് അത്തരത്തിലുള്ള ഔദ്യോഗികമായ തീരുമാനങ്ങൾ എടുത്തത്. നമുക്കറിയാം, മലയാളികളുടെ ഭാവഗായകനെ സംബന്ധിച്ചുകൊണ്ട് നികത്താനാവാത്ത നഷ്ടം മലയാള സംഗീത ശാഖയ്ക്കും സിനിമാ മേഖലയ്ക്കും എല്ലാം ഉണ്ടായത് നമുക്ക് ഒരു ദിവസമാകുന്നു അദ്ദേഹം വിട പറഞ്ഞിട്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യമാണ്. മലയാളികളുടെ മനസ്സിനെ ഭാവഗാനങ്ങളിലൂടെ ഇപ്പോഴും സംഗീതത്തിൻ്റെ മായാലോകത്തേക്ക് എത്തിച്ച വ്യക്തിത്വത്തെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഭാവഗാനങ്ങൾ കൊണ്ട് സമ്പന്നമായ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം, 15,000-ൽ 16,000-ൽ പരം ഗാനങ്ങൾ. ഏറ്റവും മലയാളികൾ അടക്കമുള്ള സംഗീതാസ്വാദകർക്ക് P. ജയചന്ദ്രൻ എന്നുള്ള പേരിൽ കേട്ടാൽ ഒറ്റ വാക്കിൽ ഓടിയെത്തുന്ന 1000 ഗാനങ്ങൾ എടുത്തു പറയാനുണ്ട്. 1000 ഓർമ്മകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലയാളികൾ അടക്കമുള്ള ആളുകൾക്കുണ്ട്. പാൻ ഇന്ത്യൻ ഒരു സിംഗർ എന്നുള്ള നിലയിൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. തമിഴ്നാട്ടിലെയും പ്രിയപ്പെട്ട ഗായകരിൽ ഒരാളായിരുന്നു അദ്ദേഹം എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. തമിഴ്നാട് സർക്കാർ സമഗ്ര സംഭാവനയ്ക്കുള്ള കലൈമാണി പുരസ്കാരം നൽകി ആദരിച്ച അപൂർവം മലയാളികളിൽ ചില മലയാളികളിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന് എത്രമാത്രം അംഗീകാരം ഉണ്ടായിരുന്നു എന്നുള്ളതും നമ്മൾ ഓർത്തെടുക്കേണ്ട കാര്യമാണ്. ഇന്ത്യൻ സിനിമകളിലെല്ലാം തന്നെ അദ്ദേഹം ഗാനങ്ങൾ ആലപിച്ചിരുന്നു. ശാസ്ത്രീയ സംഗീതം ശാസ്ത്രീയമായി പഠിക്കാതെ ആലപിച്ച ഒരു ഗായകൻ എന്നുള്ള നിലയിലും അദ്ദേഹം ശ്രദ്ധ നേടിയിട്ടുണ്ട്. തെലുങ്കിലടക്കമുള്ള ഗാനങ്ങൾ പാടിക്കൊണ്ട് മലയാളികളുടെ മനസ്സിലെ പോലെ തന്നെ മറ്റ് ഇന്ത്യൻ ഭാഷകളിലെ സംഗീത ആസ്വാദകരുടെ ഹൃദയത്തിലും അദ്ദേഹത്തിന് ഒരു സ്ഥാനം നേടിയെടുക്കാനായി എന്നുള്ളതും അദ്ദേഹത്തെ ഓർത്തെടുക്കുമ്പോൾ നമുക്ക് പറയാതിരിക്കാനാവില്ല. ഇതിനോടകം തന്നെ നിരവധി ആളുകളാണ് സംഗീത മേഖലയിലും മറ്റു മേഖലകളിൽ നിന്നുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ചിരിക്കുന്നത്. എല്ലാവരും തന്നെ ഒറ്റവാക്കിൽ പറയുന്നത് വലിയ നഷ്ടം തന്നെയാണ് മലയാളത്തിനും കേരളത്തിനും സംഗീതത്തിനും എല്ലാം എന്ന് അദ്ദേഹത്തെ ഓർത്തെടുത്ത് പലരും ഇതിനോടകം തന്നെ അനുസ്മരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒട്ടേറെ ഭാവഗാനങ്ങൾ കൊണ്ട് അദ്ദേഹം തുടങ്ങിയ ഒരു ജൈത്ര യാത്രയുണ്ട്. ഇത്രയധികം ഗാനങ്ങൾ ഒരേ ശൈലിയിലല്ലേ ഒരേ ആസ്വാദന തലത്തിൽ പാടി അവതരിപ്പിച്ച ഒരു ഗായകൻ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം ഭാവഗാനങ്ങൾ പാടുക, അവതരിപ്പിക്കുക, ആലപിക്കുക എന്നുള്ളത് അത്ര എളുപ്പത്തിൽ അധിക ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമില്ല. കാരണം തുടക്കകാലം മുതൽ, അതായത് 22ാമത്തെ വയസ്സിൽ പിന്നണി ഗാനരംഗത്തേക്ക് അദ്ദേഹം എത്തിയതു മുതൽ 80ാം വയസ്സിൽ
വിട പറയുന്ന സമയം വരെയും അദ്ദേഹത്തിൻ്റെ സ്വരമാധുര്യം, ശബ്ദമാധുര്യം ഒരേ നിലവാരത്തിലുള്ളതായിരുന്നു. ഇടർച്ചയോ പതർച്ചയോ ഇല്ലാതെ തുടക്കം മുതൽ ഒടുക്കം വരെ അദ്ദേഹത്തിന് ഗാനങ്ങൾ ആലപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഓർത്തെടുക്കുമ്പോൾ എല്ലാവർക്കും പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലയാളികൾ പ്രത്യേകിച്ച് അവരോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഗാനമില്ല. പി ജയചന്ദ്രനെ അടയാളപ്പെടുത്തുന്നതായി ഇന്ന ഒരു പാട്ട് പാടിയ ആളാണ് പി ജയചന്ദ്രൻ എന്ന് ഒരു കുട്ടിയോട് പോലും, അതായത് പിഞ്ചു കുട്ടിയോട് പോലും പറഞ്ഞു കൊടുക്കേണ്ട അത്തരത്തിലൊരു അറിവ് പകർന്നു നൽകേണ്ട ആവശ്യമില്ലാത്ത വിധത്തിൽ അദ്ദേഹം മലയാളികളുടെ ഹൃദയങ്ങളിൽ ഇടം പിടിച്ച ഗായകനാണ്. 16,000-ൽ പരം ഗാനങ്ങൾ വിവിധ സംഗീത ശാഖകളിലായി പാടിയിട്ടുണ്ട്. ഭക്തിയുണ്ട്, പിന്നണി ഗാനമുണ്ട്, പ്രേമഗാനമുണ്ട്. അത്തരത്തിൽ പലതരത്തിൽ സംഗീതത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇടപെട്ട് അതിൽ പ്രവർത്തിച്ച് ഗാനങ്ങൾ ആലപിച്ച് വലിയൊരു വളർച്ച, ഒരുപക്ഷെ മലയാള സിനിമയുടെ വളർച്ചയ്ക്ക് ഒപ്പം സഞ്ചരിച്ച ആൾ, മലയാള സിനിമയുടെ പുരോഗതിക്കൊപ്പം സഞ്ചരിച്ച ആൾ എന്ന നിലയിൽ കൂടിയാണ് യേശുദാസിനെ പോലെ തന്നെ പി ജയചന്ദ്രനും അറിയപ്പെടുന്നത്. ഇതിനിടയിൽ ഗായകൻ എന്നുള്ള നിലയിൽ ഒരു വശത്ത് പ്രവർത്തിച്ച അദ്ദേഹം ചില സിനിമകളിൽ 3 സിനിമകളിലോളം അഭിനയിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഒരു സിനിമാ മേഖലയുമായി അഭിനയം കൊണ്ടും സാന്നിധ്യം ഉറപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. BK പ്രകാശിൻ്റെ ട്രിവാൻഡ്രം ലോഡ്ജായിരുന്നു അദ്ദേഹം അഭിനയിച്ച അവസാനത്തെ ചിത്രം. അങ്ങനെ 3 സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. നിലവിൽ 16,000-ൽ പരം ഗാനങ്ങൾ പാടിയാണ് അദ്ദേഹം സംഗീത ലോകത്ത് വിഹരിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. യേശുദാസ്, ദേവരാജൻ മാസ്റ്റർ, അതുപോലെ തന്നെ പി ജയചന്ദ്രൻ ഒരു കൂട്ടുകെട്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതായിരുന്നു. 34 ഗാനങ്ങളായിരുന്നു യേശുദാസും ഗാനഗന്ധർവനും പി ജയചന്ദ്രനും ചേർന്ന് പാടിയിട്ടുള്ളത്. അത് ഈ അടുത്ത കാലത്ത് വലിയ ഇത്തരത്തിൽ ഗാനങ്ങൾ പാടിയിട്ടില്ലെങ്കിലും സമീപകാലത്ത് ഒരു 20 വർഷം മുൻപ് വരെ അത്തരത്തിൽ സജീവമായി നിന്ന് ഗാനങ്ങൾ ആലപിച്ചിരുന്നതായി യേശുദാസ് അദ്ദേഹത്തിൻ്റെ അനുശോചനക്കുറിപ്പിൽ പറയുന്നുണ്ട്. തൻ്റെ സഹോദരി ബന്ധത്തെക്കുറിച്ച്, പി ജയചന്ദ്രനുമായിട്ടുള്ള അടുപ്പത്തെക്കുറിച്ച്, 4 വയസ്സിലൊപ്പമുണ്ടെങ്കിലും അവർ തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം ദുഃഖത്തോടുകൂടി ഓർത്തെടുക്കുന്നത് നമുക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഓരോ മലയാളികളുടെയും ഹൃദയത്തിൽ ഇടം പിടിച്ച അദ്ദേഹത്തിന് ഒരു സാധാരണക്കാരൻ്റെ ഒരു വേഷം കൂടി എല്ലാവർക്കും ഉണ്ടായിരുന്നു. യേശുദാസിനെ ഗാനഗന്ധർവനായും ദാസേട്ടനായും ഒക്കെ വലിയ സ്ഥാനം നൽകി വിലയിരുത്തിയിരുന്ന മലയാളികൾ പി ജയചന്ദ്രനോട് ആ അംഗീകാരത്തിൻ്റെ എന്നുള്ള നിലയിൽ വലിയ അകലം മനസ്സുകൊണ്ട് പാലിച്ചിരുന്നില്ല. ഇപ്പോഴും ആർക്കും സമീപിക്കാൻ പറ്റാവുന്ന അല്ലെങ്കിൽ ലാളിത്യം തുളുമ്പുന്ന ഒരു കലാകാരനായിട്ടാണ് അദ്ദേഹം വിലയിരുത്തപ്പെടുന്നത്. ഒട്ടേറെ ഉദാഹരണങ്ങൾ നമുക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലർ പറഞ്ഞതും എഴുതിയതുമായ അനുഭവങ്ങളിൽ നിന്നൊക്കെ വായിച്ചെടുക്കാൻ കഴിയും. ഇന്ന് ജയചന്ദ്രൻ ഒരു ഗാനമേള പരിപാടിയിൽ പങ്കെടുത്ത് ഗാനം ആലപിച്ച് അത് പൂർത്തീകരിച്ച് മടങ്ങുമ്പോൾ ഒരു കരിമുകിൽ കാട്ടിലെ എന്നുള്ളൊരു ഗാനം ആലപിച്ചില്ല എന്ന് പറഞ്ഞ് വേദിയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ സദസ്സിലുണ്ടായിരുന്ന ആരാധകരിൽ ഒരാൾ അദ്ദേഹത്തോട് മോശമായ ഭാഷയിൽ സംസാരിക്കുകയും ആ മോശമായ ഭാഷയിൽ പ്രകോപിതരാകാതെ ആരാധകൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് നിർത്തിയ ഗാനമേളയിലേക്ക് തിരിച്ചു വന്ന് കരിമുകിൽ കാട്ടിലെ ഗാനം ആലപിച്ച ആ ഒരു ജയചന്ദ്രനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പല അഭിപ്രായ പ്രകടനങ്ങളും തുറന്നു പറഞ്ഞ്, തുറന്നു വിമർശിച്ച്, തുറന്ന് സംസാരിച്ച് നിലപാടുകൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയ ഒരു ഭാവഗായകനെ കുറിച്ച് നമുക്കറിയാം. അങ്ങനെ അടുപ്പക്കാരിലും പരിചയക്കാരിലുമൊക്കെ ഓരോ തരത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് കൂടി ഉടമയാണ് ഭാവഗായകൻ എന്നുള്ള കാര്യം നമുക്ക് അറിയാം. അത്തരത്തിൽ തന്നെയാണ് മലയാളത്തിന്റെ സ്വന്തം ഭാവഗായകന് വിട നൽകാൻ സ്മരണാഞ്ജലി അർപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേരളം എന്നുള്ളതാണ്. ഇപ്പോൾ പി ജയചന്ദ്രനെ അനുസ്മരിച്ച കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയും ശ്രീകുമാരൻ തമ്പിയും. സംഗീതത്തെ ഇത്രയും സ്നേഹിച്ച ഒരു പാട്ടുകാരൻ വേറെയില്ല. വളരെ എനിക്ക് കുറ്റബോധം തോന്നുന്നത് കാരണം വെച്ചാൽ എന്നേക്കാൾ 4 വയസ്സിന് പ്രായക്കുറവുള്ള എൻ്റെ അനിയൻ മരിക്കുന്നു, ഞാൻ ജീവിച്ചിരിക്കുന്നു. എനിക്ക് വളരെ വിഷമമുണ്ട്. എൻ്റെ വിഷമം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ഭാഗ്യത്തിന്റെ ഗായകനായിരുന്നു അദ്ദേഹം. ശരിക്കും സ്നേഹഗായകൻ, ഭാവഗായകൻ എന്നൊക്കെ പറയാവുന്ന ആ ഗായകനായിരുന്നു നമ്മുടെ ജയേട്ടൻ. നമസ്കാരം. ആ സ്മരണയിൽ നമസ്കാരം അർപ്പിക്കുന്നു. ലെവിൻ കെ വിജയൻ തുടരുന്നുണ്ട്. ലെവിൻ, 8 മണിയോടുകൂടി ആശുപത്രിയിൽ നിന്ന് പോകുന്നത് വീട്ടിലേക്ക് എത്തിക്കും എന്നുള്ളതായിരുന്നു നേരത്തെ നമുക്ക് ലഭിച്ചിരുന്ന വിവരം. അതനുസരിച്ച് ക്രമീകരണങ്ങളൊക്കെ പൂങ്കുന്നത്തെ വീട്ടിൽ സജ്ജമാണ് എന്ന് നേരത്തെ പ്രസാദ്
ചേരുമ്പോൾ പറയുകയും ചെയ്തിരുന്നു. എത്തരത്തിലാണ് ഇങ്ങനെയുള്ള നടപടികളൊക്കെ പുരോഗമിക്കുന്നത്? അതിന് 8 മണിയിൽ നിന്നായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയം. ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്ന വിവരം 8:30യോടുകൂടിയായിരിക്കും മൃതദേഹം ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് ബന്ധുക്കൾക്ക് വിട്ടു നൽകുക എന്നുള്ളതാണ്. മൃതദേഹത്തിൽ ധരിപ്പിക്കേണ്ട വസ്ത്രങ്ങളടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധുക്കൾ ആശുപത്രിയിലേക്ക് എത്തുന്നതേ ഉള്ളൂ. പക്ഷേ അതിന് മുന്നോടിയായി തന്നെ ഇവിടെയുള്ള ആവശ്യത്തിലുള്ള സജ്ജീകരണങ്ങളെല്ലാം വീട്ടിലേതുപോലെ തന്നെ ആശുപത്രിയിലും പൂർത്തിയാക്കിയിട്ടുണ്ട്. പോലീസിൻ്റെയും ആശുപത്രി അധികൃതരുടെയും എല്ലാ നേതൃത്വത്തിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. മൃതദേഹം കൊണ്ടുപോകുന്നതിനുള്ള ആംബുലൻസ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ സജ്ജീകരിച്ചു കഴിഞ്ഞു. ഇനി ബന്ധുക്കൾ വന്നതിന് ശേഷം മൃതദേഹം ഏറ്റുവാങ്ങുന്നതിനുള്ളൊരു താമസം മാത്രമാണുള്ളത്. 10 മണിയോടുകൂടി 8 മണിയോടുകൂടി 8:30യോടുകൂടി മൃതദേഹം ആശുപത്രിയിൽ നിന്നും ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ അവിടെയും മറ്റുള്ള ആളുകളുടെ അനുബന്ധമായ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗമുണ്ടായത് മലയാളികൾ പ്രതീക്ഷിച്ചിരിക്കാത്തൊരു നേരത്തായിരുന്നു. അസുഖബാധിതനായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നപ്പോഴും അദ്ദേഹം പല ഘട്ടങ്ങളിലായി ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. ഇതിലും മോശമായ ആരോഗ്യാവസ്ഥയിൽ നിന്നും അർബുദ രോഗബാധിതനായി നിന്ന ഏറ്റവും ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ നിന്നുമൊക്കെ ജീവിതത്തിലേക്ക് തിരികെ എത്തി വീണ്ടും ഗാനങ്ങൾ ആലപിച്ച് മലയാളികളെ അത്ഭുതപ്പെടുത്തിയ ഒരു പ്രതിഭാസമായിരുന്നു, പ്രതിഭയായിരുന്നു, സംഗീതജ്ഞനായിരുന്നു. പാലിയത്ത് ബാലചന്ദ്രൻ എന്നുള്ള ജയചന്ദ്രൻ എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം മടങ്ങിമെത്തുമെന്ന ഒരു പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു അവസാന സമയം വരെയും. പക്ഷേ ആ പ്രതീക്ഷകളെ അവസാനിപ്പിച്ചുകൊണ്ട് ഇന്നലെ രാത്രി 7:54 അദ്ദേഹം വിട പറഞ്ഞത്. മലയാളി മനസ്സുകൾക്ക് പാവഗാനങ്ങൾ കൊണ്ട് മലയാളി സംഗീതത്തെ സമ്പന്നമാക്കിയ ഒരു യുഗപ്രതിഭ വിട പറഞ്ഞു. അതിൻ്റെ ആഘാതത്തിൽ നിന്നും സംഗീത മേഖലയും സംഗീതജ്ഞരും സംഗീത പ്രതിഭകളുമൊക്കെ ഇനിയും മുക്തരായിട്ടില്ല എന്ന് വേണം കരുതാൻ. അനുശോചിക്കുന്നവർക്കെല്ലാവർക്കും ജയേട്ടനെന്നും അല്ലെങ്കിൽ മലയാളത്തിൻ്റെ ഭാവഗായകരെന്നുമൊക്കെ പറഞ്ഞ് വിശേഷണങ്ങൾ പറയുന്ന ഓരോരുത്തരുടെയും കണ്ടമിടറി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഓർത്തെടുക്കുന്നത് നമുക്ക് അറിയാവാനാവുന്നുണ്ട്. അദ്ദേഹത്തുമായിട്ടുള്ള ആത്മബന്ധം പുലർത്തിയിരുന്ന ഒട്ടേറെ ആളുകൾ, സാധാരണക്കാർ മുതൽ സംഗീതജ്ഞർ വരെയുള്ള ഒട്ടേറെ ആളുകൾ അദ്ദേഹത്തെ ഓർത്തെടുക്കുമ്പോൾ മലയാളികൾക്കുണ്ടായത്, തങ്ങൾക്കുണ്ടായത്, വ്യക്തിപരമായി ഉണ്ടായത് വലിയ നഷ്ടമാണ് എന്ന് ഓരോരുത്തരും പറയുന്നു. ഓരോരുത്തരും അതേ ഓർത്ത് ദുഃഖിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയായി നമുക്ക് പറയാനുള്ളത്. നേരത്തെ തന്നെ നിരവധിയായ സന്ദർഭങ്ങളിൽ അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പെട്ടെന്ന് ശോഭിക്കുന്ന ഒരു സ്വഭാവത്തെക്കുറിച്ചൊക്കെ ആളുകൾ